തൊണ്ടി മുതലിൽ തിരിമറി നടത്തി എന്ന കേസിൽ മുൻ മന്ത്രിയും നിലവിൽ MLA-യുമായ ആന്റണി രാജു ശിക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പായി. ചെയ്ത കുറ്റങ്ങളെല്ലാം തെളിഞ്ഞിട്ടുണ്ട്. ചാർത്തിയ വകുപ്പുകളെല്ലാം വ്യക്തമായി കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുമുണ്ട്. അങ്ങനെയെങ്കിൽ 10 വർഷത്തിന് മുകളിലേക്ക് ശിക്ഷ പോകും എന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ആ 10 വർഷത്തിന് മുകളിലേക്ക് ശിക്ഷിക്കപ്പെടുമെങ്കിൽ ഏതാണ്ട് 2 വർഷത്തിൽ കൂടുതൽ തന്നെ ശിക്ഷ ഉണ്ടെങ്കിൽ MLA സ്ഥാനം സ്വാഭാവികമായിട്ട് ഇല്ലാതെയാകും എന്നാണ് സുപ്രീം കോടതിയുടെ വിധിയിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. മുമ്പ് സമാനമായ ഒരു കേസിൽ സുപ്രീം കോടതി ഈ കാര്യം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ജനപ്രതിനിധികൾ 2 വർഷത്തിൽ കൂടുതൽ ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ, ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ടാൽ അപ്പീൽ പോയാലും ശരി, അവരുടെ ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് വഹിക്കുന്ന പദവി അപ്പോൾ തന്നെ സ്വാഭാവികമായി റദ്ദ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. ഇവിടെ MLA ആയിരിക്കുന്ന ശ്രീ ആന്റണി രാജുവിന് ഈ പറഞ്ഞതുപോലെ 2 വർഷത്തിന് മുകളിൽ ശിക്ഷ കിട്ടുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിൻ്റെ MLA സ്ഥാനം ആ കോടതി ശിക്ഷ പ്രഖ്യാപിക്കുന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ MLA സ്ഥാനം തെറിക്കും എന്ന് തീർച്ചയാണ്. ഇക്കാര്യം സുപ്രീം കോടതിയിലെ നിയമജ്ഞർ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുമാത്രമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അത് മറ്റൊന്നുമല്ല, ഈ കേസിൽ മാധ്യമപ്രവർത്തകർക്ക് അഭിമാനിക്കാം. ഞങ്ങളുടെ എല്ലാം സുഹൃത്തായ ശ്രീ അനിൽ ഇമ്മാനുവൽ എന്ന മാധ്യമപ്രവർത്തകൻ നടത്തിയ പോരാട്ടം സമാനതകളില്ലാത്തതാണ്. അദ്ദേഹത്തിന് ഇതുമൂലം സ്വന്തം ജോലി നഷ്ടപ്പെടുത്തേണ്ടി വന്നു. എന്നിട്ടും തൻ്റെ നിലപാടിൽ ഉറച്ചു നിന്ന് സത്യം ജയിക്കാൻ വേണ്ടി അദ്ദേഹം അശ്രാന്ത പരിശ്രമം നടത്തി. നമ്മൾ മനസ്സിലാക്കേണ്ടത്, എത്ര വർഷം ഈ കേസ് കോടതികളിൽ കെട്ടിക്കിടന്നു എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. എന്തുകൊണ്ടാണ് എന്ന് നമുക്കറിയില്ല. കോടതികളിൽ നിന്ന് കോടതികളിലേക്ക് ഈ കേസ് സഞ്ചരിച്ചു. ഇവിടെ ഹൈക്കോടതി, സുപ്രീം കോടതി ഒക്കെ പോയി. എന്നിട്ടും സത്യം ജയിച്ചു. അവിടെ ഒന്നും കോടതികളെ കബളിപ്പിക്കാനോ കോടതികൾക്ക് മുന്നിൽ മറയിടാനോ ഒന്നും സാധിച്ചില്ല. സത്യം പൂർവാധികം തിളക്കത്തോടുകൂടി ഭംഗിയായി പുറത്തു വരികയും യഥാർത്ഥ കുറ്റവാളികൾ നിയമത്തിൻ്റെ മുന്നിൽ എത്തുകയും ചെയ്തിരിക്കുന്നു. തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ മുൻ DGP ഡോക്ടർ TP സെൻകുമാർ പറയുന്നത് പോലെ കയ്യടി കൊടുക്കേണ്ടത് അനിൽ ഇമ്മാനുവൽ എന്ന മാധ്യമ പ്രവർത്തകനാണ്. അദ്ദേഹം എൻ്റെയും സുഹൃത്താണ്. അക്കാര്യത്തിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. മാതൃകയായ മാധ്യമ പ്രവർത്തനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. ഇവിടെ ആരും അറിയാതെ പോകുമായിരുന്ന ഒരു കേസ് വർഷങ്ങളോളം കോടതി നടപടികൾക്ക് ഉള്ളിൽപ്പെട്ട് അതിൽ കുരുങ്ങിക്കിടന്ന് തേഞ്ഞുമാഞ്ഞു പോകുമായിരുന്നു. ഒരു പക്ഷേ തേഞ്ഞുമാഞ്ഞു പോകുമായിരുന്ന ഒരു കേസ് പൊക്കിയെടുത്ത് അതിനെ തീർച്ചയായിട്ടും പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവരികയും അത് കോടതികളുടെ ശ്രദ്ധയിൽ തന്നെ എത്തിക്കുകയും ചെയ്തതിൽ അനിൽ ഇമ്മാനുവലിന് വലിയ പങ്കുണ്ട്. അക്കാര്യത്തിൽ അദ്ദേഹത്തെ അകമഴിഞ്ഞ് അഭിനന്ദിക്കുകയാണ്. ഇനിയിപ്പോൾ പുറത്തു വരാനുള്ളത് ശിക്ഷാവിധിയാണ്. അത് മേൽക്കോടതി പ്രഖ്യാപിക്കാനാണ് സാധ്യത. കാരണം 10 വർഷത്തിന് മുകളിലേക്ക് ശിക്ഷ പോകുമെങ്കിൽ അത് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് ആ ശിക്ഷ വിധിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അവിടെ സെഷൻസ് കോടതി ആയിരിക്കും ആ ശിക്ഷ വിധിക്കുന്നത്. തീർച്ചയായിട്ടും മേൽക്കോടതിയിൽ നിന്ന് ആ ശിക്ഷാവിധി ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ ശിക്ഷാവിധി പറഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം തൊട്ട് ശ്രീ ആന്റണി രാജു MLA പദവിയിൽ നിന്ന് പുറത്താകും. അദ്ദേഹം പിന്നെ വെറും ആന്റണി രാജു ആകും. മാത്രമല്ല, അദ്ദേഹത്തിന് ഉടൻ തന്നെ ജാമ്യം കിട്ടാൻ ഒട്ടും തന്നെ സാധ്യതയില്ല. അദ്ദേഹം അഴിക്കുള്ളിലേക്ക് പോകേണ്ടി വരും, ജയിലിനുള്ളിലേക്ക് പോകേണ്ടി വരും എന്നാണ് കരുതുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഡോക്ടർ TP സെൻകുമാർ ചൂണ്ടിക്കാണിച്ചതും അദ്ദേഹം പറയുന്നുണ്ട്, പോലീസിന് ഇക്കാര്യത്തിൽ വീഴ്ച സംഭവിച്ചിട്ടില്ല. കാരണം പോലീസ് വളരെ കൃത്യമാണ്. പോലീസ് തൊണ്ടി മുതൽ കോടതിയിൽ ഹാജരാക്കി. കോടതിക്ക് ഉള്ളിൽ നിന്നാണ് അതിൽ തിരിമറി സംഭവിച്ചിരിക്കുന്നത്. അത് കോടതി പോലും അറിഞ്ഞില്ല. അപ്പോൾ കോടതികളെ പോലും കബളിപ്പിക്കാൻ ഒരു വലിയ ശക്തി നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നത് വലിയ ആശ്ചര്യപ്പെടുത്തുന്നു, ആശങ്കപ്പെടുത്തുന്നു. നമ്മൾ കോടതികളെ
കാണുന്നത് ദൈവത്തിൻ്റെ പ്രത്യക്ഷ രൂപങ്ങളായിട്ടാണ് നമ്മളെപ്പോലുള്ള സാധാരണക്കാരെല്ലാം നമ്മുടെ കോടതികളെ കാണുന്നത്. കാരണം ഒരു സാധാരണക്കാരന് നീതി ലഭിക്കാനുള്ള അവസാന ആശ്രയം, അവൻ്റെ അവസാന അത്താണി എന്ന് പറയുന്നത് നമ്മുടെ കോടതികളാണ്. ആ കോടതിക്കുള്ളിൽ പോലും ഇത്തരത്തിലുള്ള കൃത്രിമങ്ങൾ ചെയ്യാൻ, ഇത്തരത്തിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ചിലർക്കെങ്കിലും അപൂർവമായെങ്കിലും സാധിച്ചു എന്നുള്ളത് ഈ കേസിൽ തെളിഞ്ഞിരിക്കുകയാണ്. ഇനി കോടതി ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമായി അന്വേഷിക്കുകയും മറ്റും ചെയ്യും എന്ന് കരുതുന്നു. എവിടെയൊക്കെ ആരൊക്കെ ഇതിൻ്റെ പുറകിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. അത് ഡോക്ടർ ടി പി സെൻകുമാർ, മുൻ DGP, മാധ്യമങ്ങളോട് സംസാരിക്കവേ അദ്ദേഹം അത് പറയുന്നുണ്ട്. അപ്പോൾ കോടതിയെ പോലും കബളിപ്പിക്കുന്ന, കോടതിയെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ആരൊക്കെയോ വലിയ ചരടുവലികൾ നടത്തിയിരിക്കുന്നു ഈ കേസിൽ എന്നുള്ളതാണ്. എന്തായാലും ഒരു മാധ്യമ പ്രവർത്തകൻ തുനിഞ്ഞിറങ്ങുകയും പോലീസ് അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തപ്പോൾ വിധി വന്നിരിക്കുന്നു, സത്യം ജയിച്ചിരിക്കുന്നു. അതുമാത്രമല്ല, ഡോക്ടർ ടി പി സെൻകുമാറിൻ്റെ ആ വരികൾ കടമെടുക്കുകയാണെങ്കിൽ പോലീസിൻ്റെ മുഖത്ത് വാരിത്തേച്ച കരി വൃത്തിയാക്കാൻ, തുടച്ചു വൃത്തിയാക്കാൻ അനിൽ ഇമ്മാനുവൽ എന്ന മാധ്യമ പ്രവർത്തകന് സാധിച്ചിരിക്കുന്നു. നമുക്ക് എല്ലാ മാധ്യമ പ്രവർത്തകർക്കും തല ഉയർത്തി അഭിമാനത്തോടെ ഇക്കാര്യം പറയാം. കാരണം നമ്മുടെ കൂട്ടത്തിൽ ഒരാളാണ് ഈ കാര്യം ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും കേരള പോലീസിൻ്റെ ചരിത്രത്തിൽ ആ കേരള പോലീസിൻ്റെ മുഖത്ത് വാരിത്തേച്ച ഒരു കരിയായി മാറുമായിരുന്നു ഈ കേസ്. അത് സമർത്ഥമായി പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവരികയും ഉചിതമായ ശിക്ഷ ആ കുറ്റവാളികൾക്ക് ലഭിക്കാൻ, കുറ്റവാളികളെ കണ്ടെത്തി അവർക്ക് ലഭിക്കാൻ കാരണമാവുകയും ചെയ്തു മാധ്യമപ്രവർത്തകൻ അനിൽ ഇമ്മാനുവൽ. അത് നമുക്ക് സന്തോഷമുണ്ട്. നമ്മുടെ പോലീസിൻ്റെ ആ കൃത്യമായ അന്വേഷണവും കൃത്യമായ ദിശാബോധത്തോടുകൂടി പോലീസ് മുന്നോട്ട് പോവുകയും ചെയ്തപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ കുറ്റവാളി ശിക്ഷിക്കപ്പെടേണ്ടതായിരുന്നു. പക്ഷേ ആ പോലീസിൻ്റെ അധികാര പരിധിക്ക് അപ്പുറത്ത് നടന്ന ചില കാര്യങ്ങളിലാണ് ഈ കുഴപ്പങ്ങളൊക്കെ സംഭവിച്ചത്. അത് ഇനിയും കൃത്യമായിട്ട് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അവിടെ ആരൊക്കെ കേവലം ഒരു കോടതിയിലെ ഒരു ബെഞ്ച് ക്ലർക്കും ഒരു ഈ പറഞ്ഞതുപോലെ ഒരു അഭിഭാഷകനും, ഈ അഭിഭാഷകന്മാർക്കെല്ലാം കോഡ് ഓഫ് കോണ്ടക്റ്റ് ഉണ്ട്, അതുപോലെ അവർ മാനദണ്ഡങ്ങളുണ്ട് എങ്ങനെ പ്രവർത്തിക്കണം. ഇതെല്ലാം സുപ്രീം കോടതി അടക്കമുള്ള കോടതികൾ നിർദ്ദേശിച്ചിട്ടുണ്ട് പല കാലത്തായിട്ട്. അതിനെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് പ്രതിഭാഗം അഭിഭാഷകനാണെങ്കിൽ പോലും ആ പ്രതിഭാഗം അഭിഭാഷകൻ പുലർത്തേണ്ട മാന്യതയും മര്യാദയും ഉണ്ട്. അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഇവിടെ ഒരു അഭിഭാഷകൻ പ്രവർത്തിച്ചിരിക്കുന്നു. അഭിഭാഷക സമൂഹത്തിന് തന്നെ നാണക്കേടാണ് ഈ ഒരു അഭിഭാഷകന്റെ ചെയ്തി കൊണ്ട് ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും അഭിഭാഷകരും ഇക്കാര്യത്തിൽ പ്രതികരിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എത്രയോ നല്ല അഭിഭാഷകർ നമ്മുടെ നാട്ടിൽ ഇന്നും നല്ല രീതിയിൽ സേവനം ചെയ്തു വരുന്നു. യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്താനും ഉചിതമായ ശിക്ഷ വാങ്ങിക്കൊടുക്കാനും പരശതം അഭിഭാഷകർ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നു, കഠിനാധ്വാനം ചെയ്യുന്നു. അതുപോലെ തന്നെ നിരപരാധികളെ കേസുകളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടും അഹോരാത്രം പണിയെടുക്കുന്ന ധാരാളം അഭിഭാഷകരുണ്ട്. ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. പക്ഷേ ആ അഭിഭാഷകരുടെയും അന്തസ്സിടിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇവിടെ സംഭവിച്ചിരുന്നത്. അതുകൊണ്ട് യഥാർത്ഥ കുറ്റവാളികൾ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടട്ടെ. നമുക്ക് ഒരു കാര്യത്തിൽ വീണ്ടും സന്തോഷത്തോടു കൂടി തല ഉയർത്തി നിന്ന് പറയാം, അനിൽ ഇമ്മാനുവലിന് അഭിനന്ദനങ്ങൾ.